ഹലോ ഗൈസ്, ഞാനിത് എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സിജു ഇല്ല, സിജു വർക്കിന് പോയേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഇതേ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാൻ. ഇതുവരെ ബസ്സൊന്നും വന്നിട്ടില്ല. എൻ്റെ വീട് വരുന്നത് അരൂരാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്റ്റോപ്പെത്തി എൻ്റെ വീട്ടിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മാളും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അമ്മ ദേ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അമ്മയും ആളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് വേറൊരു കാര്യവും കൂടി ഉണ്ടായിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോഴത്തേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വന്നിട്ടുള്ളത് എരമലയിലുള്ള സ്വപ്ന വെഡ്ഡിങ്ങിൽ. അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല, ചെറിയൊരു ഷോപ്പിംഗ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ചെറിയൊരു ഫംഗ്ഷൻ ആണല്ലോ, അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. പിന്നെ ഇവിടെ അത്യാവശ്യം ചുരിദാർ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം എടുക്കണമെന്ന് തോന്നി. അവസാനം ഞാനും ആളും ഭയങ്കര കൺഫ്യൂഷനിലായി ഗൈസ്, ഇതിലേത് ഡ്രസ്സ് എടുക്കും എന്നുള്ളതിൽ. കാരണം എല്ലാം അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ. അങ്ങനെ ഞങ്ങൾ 2 കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് 2 ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വൈലറ്റ് കളറായിരുന്നു കേട്ടോ കുറച്ചും കൂടെ അവൾക്ക് നല്ല മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിജു വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ ഉമ്മ.